ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇല മൈലാഞ്ചി നന്നായിട്ട് ചുവക്കാനുള്ളൊരു ടിപ്പായിട്ടാണ്. അപ്പോൾ ഈ മൈലാഞ്ചി നമുക്ക് തലയിലും മുടിയിലും അതേപോലെ തന്നെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം. നിസ്കരിക്കുന്നവർക്കൊന്നും ഒരു പ്രോബ്ലം വരില്ല. നമ്മളെപ്പോഴും മൈലാഞ്ചി ഉലിഞ്ഞു പോരുന്ന മൈലാഞ്ചി നമ്മൾക്ക് ഇട്ടിട്ട് നിസ്കരിക്കാൻ പാടില്ല. അത് ഒളുവിൻ്റെ വെള്ളം സഹിയായില്ല എന്ന് പറയും. അപ്പോൾ ഈ ഒരു മൈലാഞ്ചി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കുള്ള ഒരിക്കലും ഉലിഞ്ഞു പോരില്ല. ഈ ഒരു മൈലാഞ്ചി ഒരിക്കലും നമുക്ക് ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അപ്പോൾ നമ്മളുടെ നല്ല അടിപൊളിയായിട്ട് ചുവക്കുന്ന ചെറിയ ഇലകളുള്ള മൈലാഞ്ചിയാണ് നമ്മളിവിടുന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ലിങ്ക്സും എന്നെ സഹായിക്കുന്നുണ്ട്. അവൻ എന്നെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് അവൻ എന്നെ. അപ്പോൾ ഞാൻ ഈ ഒരു മൈലാഞ്ചി മുഴുവനായിട്ട് ഞാനിത് ഇലകളൊക്കെ നുള്ളിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഈ ഒരു മൈലാഞ്ചിലേക്ക് നമുക്ക് വേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കരയാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ്. നമ്മൾക്ക് നീർവീഴ്ചക്കും അതേപോലെ അലർജി പ്രോബ്ലത്തിനൊക്കെ നല്ലതാണ്. ഒരിക്കലും നമ്മൾക്ക് ഇത് സൈഡ് എഫക്റ്റ് ചെയ്യില്ല. അതേപോലെ ചായല ഞാനിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1.25 ടീസ്പൂണ്. അതേപോലെ 1/4 ടീസ്പൂണിൽ കൂടുതലായിട്ട് കോഫിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇതൊരിക്കലും നമ്മൾക്ക് നിസ്കാരത്തിന് ഇതൊരു തടസ്സമാവില്ല. ഇതിൻ്റെ വെള്ളം നമ്മൾ ഉലിഞ്ഞു പോരുന്ന സാധനങ്ങളാണ് എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ട്യൂബൊക്കെ വാങ്ങിച്ച് ഇടുമ്പോൾ എപ്പോഴും അത് കയ്യിൽ നിന്ന് ഉലിഞ്ഞു പോരുന്നത് കാണാം. അത് നമ്മൾക്ക് ഒളുവിൻ്റെ വെള്ളം സഹിയാവില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ മൈലാഞ്ചി ഇടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ജാറിലേക്ക് ഈ ഒരു മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മിയൊക്കെ ഉള്ളവരാണെങ്കിൽ അമ്മിയിൽ വെച്ച് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മൈലാഞ്ചിലേക്ക് ഈ ഒരു വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളുടെ മൈലാഞ്ചി ചുവക്കും. നമ്മളുടെ കയ്യിലും കാലിലൊക്കെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ മുടിയിലും ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം, ഒരു പേടിയും വേണ്ട. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിലിട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ചുവക്കുന്നതാണ് ഈ ഒരു രൂപത്തിൽ നമ്മൾ മൈലാഞ്ചി അരച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിപ്പോഴും മൈലാഞ്ചി പൊട്ടിച്ച് ഉണക്കി പൊടിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ അതാകുമ്പോൾ നമ്മളുടെ ആവശ്യ ടൈമിൽ നമ്മൾക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ വേറെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈലാഞ്ചി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ട്യൂബ് ഒരിക്കലും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് ഭയങ്കര അപകടം ആണ്. എന്താ വെച്ചാൽ അതിലൊക്കെ അവർ കൂട്ടുന്നത് വളരെ ഡേഞ്ചറാണ്. കയ്യിലൊക്കെ അലർജി വരാനും സ്കിന്നിനൊക്കെ പ്രോബ്ലം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വീടുകളിലൊക്കെ ഇപ്പോൾ മൈലാഞ്ചി ഇതേപോലെ ട്യൂബ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിച്ചിടാം. അല്ലാതെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ പെട്രോൾ കൂട്ടിയിട്ടും അതേപോലെ ഒരുപാട് കെമിക്കൽ കൂട്ടിയിട്ടൊക്കെയാണ് ചുവക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളൊരിക്കലും ഇടാതിരിക്കുക. അത് നമ്മൾക്ക് ഒളുവിൻ്റെ വെള്ളവും സഹിയാവില്ല. അതേപോലെ കൈകളിലൊക്കെ അലർജിയുടെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഇട്ട് അപ്പം തന്നെ ഞാൻ ഊരിയെടുക്കുന്നുണ്ട്. ഇതിട്ട് കുറേ നേരമൊന്നും നിൽക്കുന്നില്ല. ഇപ്പം തന്നെ അതേ ഞാൻ ഊരി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ഇത് ഇട്ടപ്പം തന്നെ ഇങ്ങനെ ചുവക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് ടൈം ഇട്ട് വെച്ചാൽ നന്നായിട്ട് കയ്യിൽ ചുവക്കും. അപ്പോൾ ഇത് ഞാൻ നൈറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എത്രമാത്രം ചുവക്കുന്നുണ്ടെന്ന്. അതേപോലെ നമ്മൾ നഖത്തിലൊക്കെ 2 പ്രാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മളുടെ മൈലാഞ്ചി നന്നായിട്ട് ചുവക്കുള്ളൂ. ആ 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ കുറേ നാൾ നമ്മുടെ നഖത്തിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രൂപത്തിൽ നിങ്ങൾ ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ നമ്മൾ മൈലാഞ്ചി എടുക്കുമ്പോൾ നല്ല മൈലാഞ്ചി നോക്കി എടുക്കുക. ചില മൈലാഞ്ചി 2-3 തരം മൈലാഞ്ചി ഉണ്ട്. ചില മൈലാഞ്ചി തീരെ ചുവക്കില്ല. അപ്പോൾ അങ്ങനത്തത് നമ്മൾ എടുക്കാതെ നന്നായിട്ട് ചുവക്കുന്ന മൈലാഞ്ചി നോക്കിയെടുക്കുക. അതേപോലെ നല്ല തളിരില നോക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ രാത്രി ഒരു 12:30 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നഖത്തിലും അതേപോലെ കയ്യിലൊക്കെ വെറുതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഡിസൈനൊന്നും ഞാൻ വരക്കുന്നില്ല. ഇപ്പോൾ ആദരക്കാർ വരച്ചു തരാനാണ്. അപ്പോൾ ഞാൻ തന്നെ അത് വെറുതെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചോക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ. ഇപ്പോൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ചോക്കുന്നുണ്ട്. ഇതിട്ട് കിടന്നാൽ തന്നെ ഈ ലിങ്ക്സ് എൻ്റെ കയ്യിൽ നിന്നൊക്കെ തട്ടി മാറ്റി കളയും. അവന് കാലുകൊണ്ട് വലിച്ചിട്ടൊക്കെ. അപ്പം നേരം വെളുക്കുമ്പോഴത്തേക്കും എന്ത് കോലത്തിലാവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. അവന് ഭയങ്കര കുറുമ്പനാണ്, എരുത്താണ് കെടുക്കുക എൻ്റെ. ഇപ്പോൾ മൈലാഞ്ചി നമ്മൾ എടുത്തിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് ചുവക്കുന്നുണ്ട്. ഇപ്പോൾ നേരം വെളുത്തു ഞാനിത് കഴുകി കളയുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചുവക്കുന്നുണ്ട്. ഇപ്പോൾ മൈലാഞ്ചിയുടെ കോലം കണ്ടാൽ തന്നെ അറിയാം അവൻ എന്നെ നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്ത് കയ്യിൽ നിന്നൊക്കെ വലിച്ച് പറിച്ച് കളഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ട്യൂബൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ അരച്ച് ട്യൂബിലാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. കുട്ടികൾക്കായാലും വലിയവർക്കായാലും അലർജിയുടെ പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട്. അതേപോലെ ലെമൺ കൂട്ടുന്നതും ഒഴിവാക്കുക. ചിലർക്ക് സ്കിൻ അലർജി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചിലരൊക്കെ മൈലാഞ്ചി ഇടുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ജീരക മൈലാഞ്ചി ഉണ്ടാക്കുമല്ലോ, അതേപോലെ അവർ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം അവർ ഇതേപോലെ അരിച്ചൊഴിച്ച് മൈദയും മെഹന്തിയും കൂട്ടിയിട്ട് അവരിങ്ങനെ കലർത്തിയിട്ടാണ് ഈ ഒരു മൈലാഞ്ചി അവർ കൈകളിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒലുവിൻ്റെ വെള്ളം സഹിയാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ സാധാ മൈലാഞ്ചി അരച്ചിട്ട് തന്നെയാണ് നമ്മൾ കൈകളിലിടുക. അപ്പോൾ ഇങ്ങനത്തെ മൈലാഞ്ചിയാണ് നമ്മൾക്ക് ഒലുവിൻ്റെ വെള്ളം സഹിയാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ അവർ മുടിയിലും ഇടുന്നത് കാണാം. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇവിടെ ഇതുപോലെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്.